എടാ മോനെ എഴുത് തോർത്തൊരു 40 എണ്ണം. ഇതെന്താണ് തുണികട അർത്ഥമാണോ? അല്ലടാ, കൃഷി തുടങ്ങാൻ പോവുകയാണ്. അണ്ണൻ കണ്ടത്ത് കൃഷി ചെയ്യാൻ പോവാണോ? വിശ്വസിക്കാനേ പറ്റണില്ല. അതിന് ഇത്രയും തോർത്തോ? എടാ, ഇനി രാപ്പകലില്ലാത്ത അധ്വാനമാണ് അങ്ങോട്ട്. വിളവെടുപ്പ് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതിനിടയ്ക്ക് തോർത്ത് എനിക്കൊരു വിഷയമേ അല്ല. നീ എഴുതടാ അടുത്തത്. സൺ ലോഷൻ ഒരു 30 എണ്ണം. ഇത്രയുമോ? അതേടാ, ഈ പൊരിഞ്ഞ വെയിലത്തെ കൃഷിപ്പണിക്ക് പോയാലേ ഈ കളറങ്ങ് പോവും. അത് വരാതിരിക്കാൻ വേണ്ടിയാ. ഓ, ഈ അണ്ണനെ സമ്മതിച്ച്. ഇനി അടുത്തത് ഏറ്റവും വില കുറഞ്ഞ വെള്ളമുണ്ട്, അത് 30. ഇനി വില കുറഞ്ഞ ഷർട്ട്, അത് ഒരു 30 ആണ്. വെള്ളം കൊണ്ട് വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് കൃഷിയാണ്? എടാ, നമ്മൾ ഈ കൃഷി സമയത്ത് അഥവാ ഈ അധ്വാന കാലത്ത് വെറും സാധാരണക്കാരനെ പോലെ മാത്രമേ ഈ ജനങ്ങൾക്കിടയിൽ നടക്കാവൂ. ഓ, ഈ അണ്ണന് വന്ന മാറ്റമേ. എടാ, ചേരിലും ചെല്ലയിലൊക്കെ നടക്കണം, എങ്കിലേ അതിന്റെ ഫലം വിളവിൽ പ്രതിഫലിക്കൂ. അത് ശരിയാണ് അണ്ണ. മണ്ണിനോട് എത്ര അടുക്കണം അത്രയും മണ്ണ് നമ്മളെ പൈസയിലേക്ക് അടുപ്പിക്കും. എടാ മോനെ എഴുത് ഡെറ്റോൾ ഒരു 30 എണ്ണം. അതെന്തിനാ ഇത്രയും ഡെറ്റോള്? കൃഷിയിടത്തിൽ ഇറങ്ങുമ്പോൾ ഇതൊക്കെ അത്യാവശ്യമാ. ജീവിതത്തെ ഇന്നേ വരെ തൊടാത്ത പല വൃത്തികെട്ട സാധനങ്ങൾ തൊടുകി എടുക്കേണ്ടിയൊക്കെ വരും. അപ്പൊ ഹൈടെക് രീതിയിലുള്ള കൃഷിയാണ് അണ്ണൻ ഉദ്ദേശിക്കണേ. ഇനി എന്താ വേണ്ട പറഞ്ഞു അണ്ണ. വട്ടത്തൊപ്പി ഒരു 8-10 എണ്ണം എഴുതിക്കൂ. അതാവശ്യമായ കാര്യമാണ്. ഇത്രയും മതി. പിന്നെ ഒരു കാര്യം, എൻ്റെ ഒരു അടിപൊളി ഫോട്ടോ ഒന്ന് എടുത്തേ. അതെന്തിനാണ്? എടാ, കൃഷിയൊക്കെ കഴിഞ്ഞ് വിളവെടുപ്പിന് ശേഷം ഈ കോലയില്ലേ അതങ്ങ് മാറും. ഭാര്യ തിരിച്ചറിയണ്ടേ, അതിനുള്ള ഭാഗം ഇതേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഈ മൺവട്ടിയും പാര അരിവാളൊന്നും വേണ്ടേ? അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ലടാ. വിളവെടുപ്പ് മോശമാണെങ്കിലേ അതപ്പം നോക്കാം. അതെന്ത് വർത്തമാനമാണ് അണ്ണ പറയണത്? കൃഷി കഴിഞ്ഞിട്ടാണ് കൃഷിൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കണം. അപ്പം ഇനി അണ്ണനെ 4-5 മാസത്തേക്ക് നോക്കണ്ട. ഓ, 4-5 മാസം ഒന്നും എടുക്കലടാ, വെറും 1 മാസം. 1 മാസമോ? ആടാ. അപ്പൊ അണ്ണൻ വിത്തൊക്കെ എടുത്താ? എടുത്തോന്നു, വിത്തും കൊണ്ടല്ലേ ഈ ഞാൻ വന്നിരിക്കുന്നത്. ഈ കടലാസിലാണ് വിത്ത്? എടാ, ഇതിൽ വിത്തിരിപ്പുണ്ട്. ഒന്ന് മനസ്സിലായ അണ്ണന്റെ കിളി പോയത് അടങ്ങി. എടാ മണ്ട, ഇത് സ്ഥാനാർത്ഥി ടിക്കറ്റാ. ഇലക്ഷൻ എന്നും രാഷ്ട്രീയ കൃഷിയുടെ വിളവെടുപ്പിനുള്ള വിത്ത്. ഇനി നീ പറ, ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾക്ക് ആവശ്യമുള്ളതല്ലേ? അതും ഈ മേടമാസ ചൂടിൽ.